सहनौ भुनक्तु सह वीर्यं करवावहि तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्तो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओं श्रीगुरुभ्यो नमः। हरिः ओं। എല്ലാ സാധകർക്കും പ്രണാമം. ഹരി ഓം നമോ നാരായണ. അഥ ശുക്ലയജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത് മധുകാണ്ഡം പ്രഥമോധ്യായം പ്രഥമബ്രാഹ്മണം അശ്വബ്രാഹ്മണം. പ്രഥമോധ്യായം പ്രഥമകാണ്ഡം അശ്വബ്രാഹ്മണം. പ്രഥമ മന്ത്രം. നമുക്ക് മന്ത്രം ഒരുമിച്ച് പാരായണം ചെയ്യാം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. യാജ്ഞവൽക്യ മഹർഷിയെ ഗുരുപരമ്പരയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. എല്ലാവരും മാനസികമായി യാജ്ഞവൽക്യ മഹർഷിയാകുന്ന മഹാഗുരുവിൻ്റെ ഗുരുകുലത്തിലാണ് എന്നുള്ള ഭാവനയോടുകൂടി കൃതജ്ഞതയോടുകൂടി വേണം മന്ത്രം ചൊല്ലേണ്ടത്. ഓം ഉഷാവാം അശ്വസ്യ മേധസ്യ ശിരഃ സൂര്യാചക്ഷുർവാതഃ പ്രാണോ വാത്തമഗ്നിർവൈശ്വാനരഃ സംവത്സര ആത്മാ അശ്വസ്യ മേധസ്യ ദ്യൗഃ പൃഷ്ഠമന്തരീക്ഷമുദരം പൃഥിവീ പാജസ്യം ദിശഃ പാർശ്വേ അവാന്തരദിശഃ പർശവ ഹൃദോ അംഗാനി ഹൃദവോംഗാനി മാസാച്ച അർദ്ധമാസാച്ച പർവാണ്യഹോരാത്രാണി പ്രതിഷ്ഠാ നക്ഷത്രാണ്യസ്തീനി നഭോ മാംസാനി ഉവധ്യം സികതാഃ സിന്ധവോ ഗുധാ യകൃച്ഛ ക്ലോമാനച്ഛ പർവതാ ഓഷധയച്ഛ വനസ്പതയച്ഛ ലോമാനി ഉദ്ധ്യൻ പൂർവാർദ്ധോ നിമ്ലോജൻ ജഘനാർദ്ധോ യത് വിജൃംഭതേ തത് വിദ്യോതതേ യത് വിധൂനതേ തത് സ്നനയതി യന്മോഹതി യന്മേഹതി തത് വർഷതി വാഗോ വാസ്യ വാക്ക്. എന്തെങ്കിലും തെറ്റുപറ്റിയെങ്കിൽ ക്ഷമിക്കുക. കുറച്ച് സുപരിചിതമായി വരണം. ചൊല്ലി ചൊല്ലി നാവ് വഴങ്ങണം. ഒന്നുകൂടെ ചൊല്ലാം.
എല്ലാവരും സഹകരിക്കുക ക്ഷമയോടെ. ഓം ഉക്ഷാവാ അശ്വസ്യ മേധസ്യ ശിരഃ സൂര്യാചക്ഷുർവാതഃ പ്രാണോ വ്യാപ്തമഗ്നിർവൈശ്വാനരഃ സംവത്സര ആത്മാ അശ്വസ്യ മേധസ്യ ദ്യൗഃ പൃഷ്ഠമന്തരീക്ഷമുദരം പൃഥിവീപാജസ്യം ദിശഃ പാർശ്വേ അവാന്തരദിശഃ പർശവ ഋതോവാങ്കാനി മാസാച്ച അർദ്ധമാസാച്ച പർവാണ്യഹോരാത്രാണി പ്രതിഷ്ഠ നക്ഷത്രാണ്യസ്തീനി നഭോ മാംസാനി ഉവധ്യംസി കടാഃ സിന്ധവോ ഗുധാ യകൃച്ഛ ക്ലോമാനച്ച പർവതാ ഓഷധയച്ച വനസ്പതയച്ച ലോമാനി ഉദ്ധ്യൻ പൂർവാർദ്ധോ നിമ്നോജൻ ജഘനാർത്ഥോ യദ് വിജൃംഭതേ തദ് വിദ്യോതദേ യദ് വിധൂനദേ തദ് സ്നനയതി യന്മേഹതി തദ് വർഷതി വാഗോ വാസ്യ വാക്ക്. യാജ്ഞവൽക്യ മഹർഷി നമുക്ക് പ്രഥമ മധുകാണ്ഡത്തിൽ പ്രഥമ അധ്യായത്തിൽ പ്രഥമ ബ്രാഹ്മണ നമ്മൾ കണ്ടിരുന്നു. 3 സെക്ഷൻ അല്ലെങ്കിൽ 3 ബ്രാഹ്മണങ്ങളോട് കൂടിയതാണ് ഫസ്റ്റ് ചാപ്റ്റർ അല്ലെ പ്രഥമ അധ്യായം എന്ന് കണ്ടു. അത് ഉപാസനാ പ്രധാനമാണെന്നും കണ്ടു. അല്ലെങ്കിൽ 1-ാം അധ്യായത്തിൻ്റെ ടോപ്പിക്ക് അല്ലെ സമ്മറി നമ്മൾ ആദ്യമേ കണ്ടു. ഇവിടെ ഉപാസന പറയുന്നത്, ഉപാസനയുടെ പേര് അശ്വമേധ യാഗ ധ്യാനം അല്ലെങ്കിൽ അശ്വമേധ യാഗ ഉപാസന. ഇതിന് മറ്റൊരു പേരുണ്ടെന്നും കണ്ടു. അതെല്ലാവരും എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വെഷ്ടി സമഷ്ടി ഉപാസന. വെഷ്ടിയാകുന്ന അശ്വത്തിനെ, കുതിരയെ സമഷ്ടിയാകുന്ന പരമാത്മ സൃഷ്ടിയോട് താരതമ്യപ്പെടുത്തി ഉപാസിക്കൂ അല്ലെ ധ്യാനിക്കൂ അല്ലെങ്കിൽ ചിന്തനം ചെയ്യൂ. എന്തിനു വേണ്ടി ചിന്തനം ചെയ്യണം? അതും നമ്മൾ കണ്ടു. സകാമമാണെങ്കിൽ ആരാണോ അശ്വമേധ യാഗമായി സകാമമായി ചെയ്യുന്നത്, ഉപാസനയല്ല യാഗം സകാമമായി ചെയ്യുന്നത്, അവർക്ക് സ്വർഗലോകാദി പ്രാപ്തി. അല്ലേ? വളരെ പ്രയാസമാണ് സ്വർഗത്തിൽ എത്തുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ പല പുരാണങ്ങളിലും അശ്വമേധ യാഗത്തിൻ്റെ പ്രാധാന്യം പലയിടത്തും കഥകളിലെല്ലാം കേട്ടിട്ടുണ്ടാകും. അത് നടത്തുക എന്നത് അതിലും പ്രയാസകരമാണ്. അതിന് ഒരുപാട് ഋദ്ദിക്കുകൾ വേണം, ഒരുപാട് സാമഗ്രികൾ വേണം, നീണ്ട കാലം തുടരുന്ന ഒരു യാഗമാണ്. ഒരുപാട് വിഘ്നങ്ങളുണ്ടാകും അതിൻ്റെ ഇടയ്ക്ക്. അതൊക്കെ അധിവർത്തിച്ച് സകാമമായി ചെയ്താൽ മാത്രമേ സ്വർഗലോക പ്രാപ്തി കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അതിന് പ്രാധാന്യമില്ലാത്തത് കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി നിഷ്കാമമായി ഉപാസിക്കൂ. ഒരു ഉദാഹരണമായി അശ്വത്തിനെ ഇവിടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അശ്വത്തിനെ മനസ്സിൽ ഭാവന ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റേതെങ്കിലും, അത് വീട്ടിൽ വളർത്തുന്ന നായ്ക്കുട്ടി ആയിക്കോട്ടെ, പൂച്ച ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആന ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ വെഷ്ടിയാകുന്ന ഈ ശരീരത്തിന്, കാരണം ഓരോ അംഗങ്ങളെ ഭഗവാന്റെ ഓരോ സൃഷ്ടിയായിട്ടാണ് യാജ്ഞവൽക്യ മഹർഷി താതാത്മ്യപ്പെടുത്തി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അംഗങ്ങളെ തന്നെ ചിന്തിക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഒരു ദൃഷ്ടാന്തമായി, ഉദാഹരണമായി അശ്വത്തിനെ പറയുന്നതേ ഉള്ളൂ. നമ്മൾ നിഷ്കാമമായതിൻ്റെ ഫലം കണ്ടു. അത് നിത്യവും ഓർക്കണം. ഏത് ഉപാസന ചെയ്തു, നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കോളൂ, അല്ലെങ്കിൽ ഏതാണോ നമ്മൾക്ക് നിത്യം ചെയ്യുന്ന അനുഷ്ഠാനങ്ങൾ ഏതും ചെയ്തോളൂ. പക്ഷേ ഈ ഫലം എപ്പോഴും ഓർമ്മയിലുണ്ടാകണം. എന്നെ സംബന്ധിച്ച് ഇനി നേടിയെടുക്കേണ്ട ഫലം അന്ധകരണ ശുദ്ധി, പിന്നെ ബ്രഹ്മവിദ്യാധികാര പ്രാപ്തി, പിന്നെ ഇവിടെ ഒന്നും കൂടെ, ഇത് രണ്ടുമാണ് സാധാരണ ഉപാസനയുടെ ഫലം പ്രധാനമായിട്ടും നമ്മളെ സംബന്ധിച്ച് പറയും. ഇവിടെ ഒന്നും കൂടെ യാജ്ഞവൽക്യ മഹർഷി പറയുന്നുണ്ട്.
ഈ വെഷ്ടി സമഷ്ടി ഉപാസന കൊണ്ടുള്ള നിഷ്കാമഫലം മനോവിശാലത. ഒന്നിനെ മാത്രം ഈശ്വരനെ കണ്ടുകൊണ്ടിരുന്ന ഞാൻ, അല്ലെങ്കിൽ വിഗ്രഹങ്ങളിലോ ക്ഷേത്രങ്ങളിലോ മാത്രം ഈശ്വരനെ കണ്ടുകൊണ്ടിരുന്ന ഞാൻ എൻ്റെ ദൃഷ്ടിയെ ഉപാസനയിലൂടെ യാജ്ഞവൽക്യ മഹർഷി വിശാലമാക്കുകയാണ്. ഞാൻ എല്ലാറ്റിലും ഈശ്വരനെ കാണാനുള്ള കഴിവുണ്ടാക്കി അല്ലെ പ്രാപ്തരാക്കി മാറ്റുകയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇത്രയും നമ്മൾ കണ്ടിരുന്നു. ഇനി ഞാൻ ഇന്നലെ അയച്ചു തന്നത് എഴുതിയെടുത്തെന്ന് വിചാരിക്കുന്നു. അതുണ്ടെങ്കിൽ എളുപ്പമാണ്. നമുക്കിനി മന്ത്രത്തിലേക്കൊന്നും പോകേണ്ട കാര്യമേ ഇല്ല. മന്ത്രത്തിൻ്റെ സമ്മറിയാണ് നമ്മൾ ഇന്നലെ എടുത്തിട്ടുള്ളവർ അത് നോക്കുക, ഇല്ലാത്തവർ സമയം പോലെ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ നോക്കുക, എന്തെങ്കിലും ചെയ്യുക. ഇവിടെ 26 ലക്ഷണങ്ങളാണ് യാജ്ഞവൽക്യ മഹർഷി ആ ഒറ്റ മന്ത്രത്തിൽ, പ്രഥമ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വലിയ മന്ത്രമെന്ന് മാത്രമേ ഉള്ളൂ. കാര്യം എളുപ്പമാണ്. പിന്നെ നമ്മൾ എന്തുകൊണ്ട് അശ്വബ്രാഹ്മണം, ഈ സെക്ഷൻ ബ്രാഹ്മണം എന്ന് വെച്ചാൽ സെക്ഷൻ, എന്തുകൊണ്ട് ഇതിനെ അശ്വബ്രാഹ്മണം എന്ന് വിളിക്കുന്നു എന്നും നമ്മൾ കണ്ടിരുന്നു. അശ്വം എന്നതിനെ യാജ്ഞവൽക്യ മഹർഷി ഉപമിക്കുന്നു. ഞാനൊരു ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ റെഫറൻസ്. അശ്വം എന്നത് റെഫർ ചെയ്യുന്നത്. യാജ്ഞവൽക്യ മഹർഷി അശ്വം എന്ന ദൃഷ്ടാന്തം കൊണ്ട് ഉപമിക്കുന്നത് ജഗത്തിനെയാണ്. അപ്പോൾ നമ്മൾ കുതിരയെ കാണുമ്പോൾ എന്തായിരിക്കണം മനസ്സിൽ ചിന്ത വരണ? ഈ ജഗത്ത് മുഴുവൻ. ജഗത്ത് മുഴുവൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാണ്ടം മുഴുവൻ, 14 ലോകങ്ങളും. അതൊന്നും കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ഭൂമിയെങ്കിലും നമ്മളെ സംബന്ധിച്ച് എത്രമാത്രം വിശാലമാക്കി ചിന്തിക്കാൻ സാധിക്കുമോ അത്രയും ചിന്തിക്കൂ എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അടുത്ത എന്തായിരുന്നു? അശ്വസ്യ ശിരഃ. അശ്വത്തിൻ്റെ ശിരസ് കാണുമ്പോൾ എന്തായിരിക്കണം? ആ പ്രഭാതമായിരിക്കണം ഓർമ്മ വരേണ്ടത്. ഉഷ. അതായത് ഭഗവാന്റെ സൃഷ്ടി അല്ലെങ്കിൽ പ്രകൃതിയിൽ ഭഗവാൻ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടാണ് സൂര്യൻ ഉദിക്കുന്നത്, പ്രഭാതം ഉണ്ടാകുന്നത്. ഇനി അടുത്തത് വരും, അസ്തമയൊക്കെ വരുന്നുണ്ട്. ഓരോ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും അതിന് പ്രാധാന്യം കൊടുക്കാത്ത കാര്യങ്ങൾ പോലും അദ്ദേഹം പറയുന്നുണ്ട്. അശ്വസ്യ ചക്ഷുഹു. അശ്വത്തിൻ്റെ കണ്ണ് കാണുമ്പോൾ, അല്ല ഏതെങ്കിലും ജീവിയുടെ, നിങ്ങൾ ഇപ്പോൾ ഈ പെറ്റുണ്ടായിരിക്കുള്ളൂ എല്ലാ വീട്ടിലും, പലയിടത്തും കാണും. അപ്പോൾ എന്താണ്, നമ്മൾ എത്രയാ അതിനെ സ്നേഹിക്കുന്നത്. അപ്പോൾ അതിനെ കാണുമ്പോൾ, അല്ലെ അതിനടുത്ത് വിളിച്ച് മടിയിലിരുത്തുമ്പോൾ എന്താണ്, അതിൻ്റെ കണ്ണ് കാണുമ്പോൾ അതിന് കാഴ്ചയുണ്ട്, കാണാൻ സാധിക്കുന്നു. അല്ല നമ്മുടെ തന്നെ കണ്ണ്. എന്തുകൊണ്ടാണ്? സൂര്യദേവത പ്രകാശ രൂപത്തിൽ ഈ ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അല്ലെ ഭഗവാൻ തന്നെ സൂര്യരൂപത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് പ്രകൃതിയെ കണ്ട് ആസ്വദിക്കാൻ സാധിക്കുന്നത്. കാണാതെ വരുമ്പോഴേ അതിൻ്റെ വിഷമങ്ങൾ നമുക്കറിയുള്ളൂ. അപ്പോൾ അതിന് ആ ഏത് ജീവിയാണോ, അല്ല അശ്വത്തിനെയാണോ, അല്ല മറ്റു മൃഗങ്ങളെയാണോ, അതിൻ്റെ കണ്ണ്, അല്ല നമ്മുടെ കണ്ണ് തന്നെ എനിക്ക് പ്രകൃതി കാണാൻ സാധിക്കുന്നു. ഭഗവാനെ എന്തുകൊണ്ട്? അങ്ങ് സൂര്യരൂപത്തിൽ പ്രകൃതിയിൽ പ്രകാശപൂരിതമായിരിക്കുന്നത് കൊണ്ടാണ്. ആ ഒരു ചിന്ത, അതാണ് നമ്മുടെ മനസ്സപ്പോൾ വിശാലമാവുകയാണ്. ഓരോ അവയവങ്ങളിൽ ദൃഷ്ടാന്തം പറയുമ്പോഴും യാജ്ഞവൽക്യ മഹർഷി നമ്മുടെ മനസ്സിനെ നാം അറിയാതെ തന്നെ വിശാലമാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അല്ലേ? അടുത്തത് അശ്വസ്യ പ്രാണഃ. കുതിര പ്രാണന പ്രക്രിയ ചെയ്യുന്നുണ്ട്, അല്ല നമ്മൾ തന്നെ പ്രാണന പ്രക്രിയ ചെയ്യുന്നുണ്ട്. നമ്മൾ ചിന്തിക്കാറേ ഇല്ല, അല്ലെ? എപ്പോഴേലും ഒന്ന് ശ്വാസം മുട്ടലോ അല്ലെ കിതപ്പോ വരുമ്പോഴാണ്, അല്ലെ എന്തെങ്കിലും അതിന് സുഗമമായി പ്രാണന പ്രക്രിയ നടക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. നമ്മൾ സുഖമായി ഉറങ്ങാൻ പോകുന്നു, നമുക്കറിയാം പ്രാണൻ നടന്നുകൊണ്ടേ ഇരിക്കും അവിടെ, അല്ലേ? ആ ഉറപ്പ് കൊണ്ടാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത്, അല്ലെങ്കിൽ ഭയപ്പെട്ട് ഉറങ്ങൂല. അപ്പോൾ ഇതിനൊക്കെ ഉദാഹരണമായിട്ട് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. നിത്യസംഭവങ്ങളാണ് ഇതൊക്കെ. അശ്വസ്യ പ്രാണഃ. കുതിരയ്ക്ക് പ്രാണന പ്രക്രിയ ചെയ്യാൻ സാധിക്കുന്നത് ഭഗവാൻ വായു രൂപത്തിൽ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടാണ്.
ഒരു സ്ഥലത്ത് വായു എത്തിയില്ലെങ്കിൽ നമുക്കറിയാം. നമ്മൾ പലയിടത്തും പഠിച്ചു, കേനോപനിഷത്തിലും പ്രശ്നത്തിലും ഒക്കെ കണ്ടു കലഹശ്രുതി. പ്രാണൻ പോയാൽ മറ്റിന്ദ്രിയങ്ങളുടെ അവസ്ഥ എന്താകും, അത് വീണ്ടും ഇവിടെ ബൃഹദാരണ്യത്തിലും ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത എന്താണ്? അഞ്ചാമത്തത്. ഇനി അത് മുതലാണ് നമുക്ക് കാണണ്ട അല്ലേ. അശ്വസ്യ വ്യാത്തം. വ്യാത്തം എന്ന് വെച്ചാൽ ഉടല്, നമ്മുടെ തന്നെ ഉടല് അല്ലേ, എത്ര സെൻറ്റിമീറ്ററായിട്ട് കിടക്കുകയാണ് ആ ഉടല്. എന്താണ് ഇവിടെ രണ്ട് കാര്യങ്ങളായിട്ട് പറയുന്നുണ്ട്. ഉപനിഷത്ത് ഭാഷ്യത്തിൽ കാലതത്വം എന്നും പറയുന്നുണ്ട്. മലയാളം ബുക്കിൽ വൈശ്വാനര അഗ്നി എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടും നമുക്ക് എടുക്കാവുന്നതാണ്. ഒന്ന് കാലതത്വമായിട്ട് നമ്മൾ ഇന്നലെ കണ്ട കാലങ്ങൾ, ഭൂത, വർത്തമാന, ഭാവി ഇത്യാദി ത്രികാലങ്ങൾ. അതായത് 3 കാലത്തിലൂടെയും ഞാൻ കടന്നു പോകുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അത് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആരും ചിന്തിക്കാറേ ഇല്ല. ഒന്നാമത് വർത്തമാനകാലത്തിൽ ജീവിക്കാറില്ല, ഒന്നെങ്കിൽ സാധാരണ ഭൂതകാലത്തിലോ അല്ലെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയിലോ ആണ്. അതുകൊണ്ട് അത് ചിന്തിക്കാൻ സാധിക്കാത്തവർക്ക് മറ്റൊന്നായിട്ട് പറയുകയാണ് ഉടലിനെ. അതായത് കുതിരയുടെ ഉടല് കാണും, അല്ല നമ്മുടെ തന്നെ ഉടല് കാണുമ്പോൾ കാണാൻ സാധിക്കില്ല. ഉടലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ്? വൈശ്വാനര അഗ്നി. വൈശ്വാനര അഗ്നി എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെ ദഹിപ്പിക്കുന്ന, നമ്മുടെ വയറ്റിലെ ആമാശയത്തിൽ ഉള്ള അഗ്നിയെ ശാസ്ത്രം വിളിക്കുന്ന പേരാണ് വൈശ്വാനരാഗ്നി, അല്ലെ ജഠരാഗ്നി എന്നും മറ്റൊരു പേരുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ദഹന പ്രക്രിയ നടത്തുന്നത് ഈ ദേവതയാണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓരോ ഇന്ദ്രിയങ്ങളിലും ഓരോ ദേവത കുടികൊള്ളുന്നു, അല്ലെങ്കിൽ ഓരോ ഇന്ദ്രിയങ്ങൾക്ക് അടിസ്ഥാന ദേവത ഉണ്ടെന്ന്. അവർ അതേ സമയം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഓരോ ഇന്ദ്രിയവും അതിൻ്റെ ജോലി ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തത്വബോധം മുതലേ പഠിക്കുന്നതാണ്. അതേ കാര്യം തന്നെ ഇവിടെ കുതിരയോട് ഉപമിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ദഹന പ്രക്രിയ, ഞാൻ പലതും കഴിക്കുന്നു. രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ പലതും കഴിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ്, ആരാണ് ദഹിപ്പിച്ചു തരുന്നത്? അത് എൻ്റെ ഉടലിൽ കുടികൊള്ളുന്ന അഗ്നിദേവതയാണ്. അത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്തൊക്കെയാണോ എൻ്റെ രക്തത്തിലേക്ക് വേണ്ടത് അതിനെയൊക്കെ രക്തത്തിന് കൊടുക്കുന്നു. ഞാൻ എന്തൊക്കെ കഴിച്ചു അതൊക്കെ രക്തത്തിന് വേണ്ടത് അത് കൊടുക്കുന്നു. അസ്ഥിയിലേക്ക് വേണ്ടത്, മജ്ജയിലേക്ക് വേണ്ടത്, വേണ്ടാത്തതിനെ വിസർജനമായിട്ട് പുറന്തള്ളുന്നു. ഇതൊക്കെ ആര് ചെയ്യുന്നു? നമ്മൾ വെറുതെ ഇരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ എത്ര പേര് ജോലിയെടുക്കുന്നു? അത് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാ ജീവികളും, അശ്വത്തിൽ മാത്രമല്ല എല്ലാ ജീവികളും. അങ്ങനെ നമ്മുടെ മനസ്സ് വിശാലമാണ്. ഞാനൊന്നുമല്ല, ഈ ശരീരം കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അല്ലേ ഈ ശരീരം പ്രവർത്തിക്കുന്നത് എന്നുള്ള കൃതാർത്ഥ ഭാവം ആണ് ഈ ഉപാസന കൊണ്ട് അദ്ദേഹം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. വൈശ്വാനര അഗ്നി. ഇനി അടുത്തത് 6ാമത്തത് അശ്വസ്യ ആത്മാ. അശ്വത്തിൻ്റെ, കുതിരയുടെ ദൃഷ്ടാന്തമായ കുതിരയുടെ ആത്മാ. ഇവിടെ ആത്മാ എന്ന് വെച്ചാൽ ജീവാത്മാ എന്നാണ്. നമ്മുടെ ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഈ ജീവാത്മ, ഞാനെന്നുള്ള ഈ വ്യക്തി, അല്ലെ കുതിരയെന്നുള്ള ആ മൃഗം, ഞാനെന്നുള്ള ഈ മനുഷ്യൻ, അല്ലെ ആനയെന്നുള്ള ആ മൃഗം, എന്തോ ആയിക്കോട്ടെ, അത് ആ ജീവാത്മ, അത് ശരീരം മുഴുവൻ ആ ജീവാത്മാവ് ചൈതന്യം വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടാണ് അശ്വമുള്ളത്. അതിനെ എന്താണ് സംവത്സരം ആയിട്ട് കാണാം. സംവത്സരങ്ങൾ നിങ്ങൾക്കറിയാം, ഓരോ സംവത്സരം അതായിട്ട് ചിന്തിക്കും. ഇപ്പം നമുക്ക് ഈ 26 ഒന്നും ചിന്തിക്കാൻ സാധിക്കില്ല. അതിലൊരു 2 എങ്കിലും ചിന്തിക്കാൻ സാധിച്ചാൽ അത്രയും വിശാലമാക്കുകയാണ്. അടുത്ത എന്താണ്? അശ്വസ്യ പൃഷ്ഠം. പൃഷ്ഠം എന്ന് വെച്ചാൽ പുറകു ഭാഗം. അശ്വത്തിൻ്റെ കുതിരയുടെ പൃഷ്ഠഭാഗം കാണുമ്പോൾ അല്ല, ഏത് ജീവിയുടെ പൃഷ്ഠഭാഗം കാണും, പുറകു വശം കാണുമ്പോൾ എന്താണ്? ദ്യൗഹു. ദ്യൗഹു എന്ന് വെച്ചാൽ പ്രകാശിക്കുന്നതിനെയാണ് ദ്യൗഹു എന്ന് പറയുന്നത്. ദ്യൗ ദ്യോതനാത് എന്നാണ് അതിൻ്റെ
നിരുക്തം വരുന്നത്, പരിഭാഷ വരുന്നത്. ദ്യൗഹ് എന്ന് വെച്ചാൽ പ്രകാശം. സൂര്യദേവതയെ ഒരിക്കൽ പറഞ്ഞതാണ് കണ്ണ് കാണും, കണ്ണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ട് വീണ്ടും പ്രകാശം പറയുന്നു? എനിക്ക് അശ്വത്തിനെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ശ്രദ്ധിക്കണേ അല്ലേ? ഞാൻ യാജ്ഞവൽക്യ മഹർഷി പറയുകയാണല്ലോ, നീ കുതിരയെ കാണുമ്പോൾ ഇതൊക്കെ ചിന്തിക്കാൻ, കുതിരയുടെ കണ്ണ് കാണുമ്പോൾ, കാത് കാണുമ്പോൾ അങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ പറഞ്ഞല്ലോ. എനിക്ക് കുതിരയെ കാണാൻ, കുതിരയുടെ പുറകുവശം കാണാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ട്. അതെന്തുകൊണ്ടാണ്? ഈ പ്രപഞ്ചം മുഴുവൻ പ്രകാശമുള്ളത് കൊണ്ടാണ്. ആരാണ് പ്രകാശ സ്വരൂപം? നമ്മൾ പഠിച്ചാണ് കിം ജ്യോതിസ്തവ ഭാനുമാൻ അഹനിമേ അല്ലേ? ആ ശ്ലോകം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുക. അത് തന്നെ പരമാത്മാവ് പ്രകാശരൂപത്തിൽ സർവത്തിലും വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് അശ്വത്തിൻ്റെ പൃഷ്ഠം കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഏത് ഇന്ദ്രിയവും ആയിക്കോട്ടെ. ഇവിടെ പൃഷ്ഠമെന്ന് ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. സർവത്തിനെയും കാണാൻ സാധിക്കും. എന്തുകൊണ്ട് ഓരോന്ന് പറയും, ഓരോ ഭാഗങ്ങൾ പറയുന്നു? അറ്റ്ലീസ്റ്റ് ആ ഭാഗമെങ്കിലും, ആ അവയവമെങ്കിലും, ആ ഇന്ദ്രിയമെങ്കിലും കാണുമ്പോൾ നീ ഇതിനെ ചിന്തിക്കൂ. ഈശ്വരൻ എനിക്ക് കണ്ണ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, പ്രകാശം ഈ ജഗത്ത് മുഴുവൻ ഉള്ളത് കൊണ്ടാണ്. അന്ധകാരമാണെങ്കിലോ എനിക്ക് കണ്ണിന് നല്ല കാഴ്ചയാണ്, 100%. എനിക്ക് സ്പെക്സ് വെക്കണ്ട, അല്ലെങ്കിൽ എനിക്ക് ഇത്ര വയസ്സായിട്ടും എനിക്ക് തിമിരമില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറയും. അതൊക്കെ എൻ്റെ ഗർവമാണ്. പക്ഷേ അതൊക്കെ ശരി തന്നെ. പക്ഷേ അന്ധകാരമാണെങ്കിലോ പ്രപഞ്ചം മുഴുവൻ അല്ലേ, എനിക്ക് തിമിരം വന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ ചിന്തിക്കണം. വളരെ ഇതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല, പക്ഷെ സൂക്ഷ്മമായ കാര്യമാണ്. അല്ലാണ്ട് നമ്മൾ വലിയ മന്ത്രങ്ങൾ കാണാണ്ട് പഠിച്ചിട്ട് കാര്യമില്ല. ഇത്ര ചെറിയ കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി അല്ലേ? ഇന്ന് ആലോചിച്ച് നോക്കിയാൽ പ്രപഞ്ചം മുഴുവൻ അങ്ങനെ നാടുകളുണ്ട്. സൂര്യൻ ഉദിക്കാത്ത മുഴുവൻ ഐസ് വീണ് കിടക്കുന്നു. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ലോകം മുഴുവൻ അന്ധകാരമാണ്. അങ്ങനെയാണെങ്കിലോ എനിക്ക് കണ്ണിന് കാഴ്ച ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, നീ അല്ലയോ സാധക, അല്ലെ ശിഷ്യ, നമ്മളോട് പറയുകയാണ്, നീ കുതിരയുടെ പുറകുവശമെങ്കിലും കാണുമ്പോൾ എന്താണ്? നീ പ്രകാശത്തിന്, ഇനി ഈ പ്രപഞ്ചം മുഴുവൻ പ്രകാശം, പരമാത്മാവ് ഭഗവാൻ തന്നെ ഈ പ്രകാശരൂപത്തിൽ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ മനസ്സിനെ വിശാലമാക്കൂ. അടുത്ത എന്താണ്? എട്ടാമത്തത് അശ്വസ്യ ഉദരം. ഉദരം എന്ന് വെച്ചാൽ വയറ്. അശ്വത്തിൻ്റെ വയറ്. ഇതെന്താണ്? അന്തരീക്ഷം. അതായത് അന്തരീക്ഷം എന്ന് വെച്ചാൽ ഇവിടെ സ്പേസ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ആകാശം അല്ലേ? എന്തൊക്കെയാണ് കുതിര കഴിക്കുന്നത് അല്ലേ? നമ്മളൊന്നും കഴിക്കുന്ന പോലെയല്ല. നമ്മൾ തന്നെ എടുത്തോളൂ, എന്തൊക്കെ ആഹാരങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ വയറ്റിൽ ഇവയൊക്കെ ശേഖരിച്ച് വെക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, ആ സ്പേസ് ഉണ്ടല്ലോ. അതില്ലെങ്കിലോ അല്ലേ കഴിക്കാൻ സാധിക്കും. നിങ്ങൾ പ്രായമായവരെയൊക്കെ കണ്ടിട്ടുണ്ടാകും, അവരുടെ കുടലൊക്കെ ചുരുങ്ങിപ്പോയിട്ട് ആഹാരം കഴിക്കാൻ പറ്റാണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്കിഷ്ടമുള്ളത് കഴിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ? അത് എത്രയാണോ ഞാൻ അങ്ങോട്ട് അകത്താക്കുന്നത് അത്രയൊക്കെ ശേഖരിച്ച് വെക്കാൻ ഒരു സ്ഥലമുണ്ട് വയറ്റിൻ്റെ ഉള്ളിൽ. ഞാൻ കൊണ്ടുവന്നൊന്നുമല്ല, അത് പറയുകയാണ് ഭഗവാൻ. അവിടെ ആകാശരൂപത്തിൽ പഞ്ചമഹാഭൂതങ്ങൾ അതിൽ നമ്മൾ പലതും കണ്ടു. ഇവിടെ ആകാശം എന്ന തത്വത്തിനെ പറയും. അല്ലെ മറ്റു മൃഗങ്ങൾ നമ്മളെ വിട്ടൊരു അവരെത്രയാണ് കഴിക്കുന്നത്, അവരെന്താ ചെയ്യുന്നത്? പശുവൊക്കെ അയവിറക്കുന്ന കണ്ടിട്ടുണ്ടാകും എല്ലാവരും അല്ലേ? ഇതെല്ലാം കഴിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർക്ക് വേണ്ട പുല്ല് മുഴുവൻ കഴിച്ചിട്ട് അവർ വൈകുന്നേരം ആകുമ്പോൾ എന്ത് ചെയ്യും? ഇതൊക്കെ വയറ്റിൽ ശേഖരിച്ച് വെക്കുകയാണ്. അത് ആ വയറ്റിൽ ആകാശം ഉള്ളത് കൊണ്ടാണ്, സ്പേസ് ഉള്ളത് കൊണ്ടാണ്, അന്തരീക്ഷം ഉള്ളത് കൊണ്ടാണ്. അതൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് പിന്നെ അവരെന്താണ്? റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇതിനെയൊക്കെ കഴിച്ചതിനെ മുഴുവൻ അയവിറക്കും അല്ലേ? അത് വീണ്ടും ദഹിപ്പിക്കും. അപ്പോൾ ശേഖരിച്ച് വെക്കാൻ ഒരു സ്ഥലം ഉള്ളത് കൊണ്ടല്ലേ ദഹിപ്പിക്കാൻ സാധിക്കുന്നത്. അത് ഭഗവാനെ അവിടെയും ദർശിച്ചു.
ഓരോ നഖം മുതൽ തലനാര് വരെ ഈശ്വരൻ്റെ കൃപ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ഭാവം വളർത്തിയെടുക്കുകയാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത എന്താണ്? അശ്വസ്യ പാജസ്യം. അശ്വസ്യ എന്ന് വെച്ചാൽ അശ്വത്തിൻ്റെ, അശ്വസ്യ പാജസ്യം. പാജസ്യം എന്ന് വെച്ചാൽ കുളമ്പ് അല്ലേ? കുതിരക്കുളമ്പ് കണ്ടിട്ടില്ലേ? ആ കുളമ്പ് കാണുമ്പോൾ പൃഥിവി തത്വത്തിനെ ഓർക്കൂ. അല്ലേ? കുളമ്പ് പ്രത്യേക ശബ്ദത്തിലാണ് അവർ നടക്കുന്നത്, അല്ല അത് കേൾക്കുമ്പോൾ, അല്ലെ അത് കാണുമ്പോൾ. എന്നാണ് ഭൂമി ഉള്ളത് കൊണ്ടാണ് ഈ ജീവാത്മാവ് ഇവിടെ നിലനിൽക്കുന്നത്, പാദമുറപ്പിച്ച് നിൽക്കുന്നത്. ഞാൻ പറയും എനിക്ക് ഒരു റൂമുണ്ട്, അല്ലെ ഇത്ര ഏക്കർ സ്ഥലമുണ്ട്, എൻ്റെയാണ്. അപ്പോൾ ഭൂമി ഉള്ളത് കൊണ്ടാണ് എനിക്കിത് പറയാൻ സാധിക്കുന്നത്. അത് ഭഗവാന്റെ സൃഷ്ടിയാണ്. അതുപോലെ ഞാനും ഈ ഭൂമിയിൽ പാദമുറപ്പിച്ച് നിൽക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, എൻ്റെ ദിനചര്യകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഭൂമി ഉള്ളത് കൊണ്ടാണ്. ഭൂമി ഭഗവാന്റെ സൃഷ്ടിയാണ്. എനിക്ക് സ്വന്തമായിട്ട് പാദം പോലും ഇല്ല, നിലയുറയ്ക്കാൻ ഒരു മൺതരി പോലുമില്ല എന്ന് ഓർമ്മ വരണം. അതാണ് അശ്വത്തിൻ്റെ കുതിരയുടെ കുളമ്പ് കാണുമ്പോൾ ഭൂമിദേവിയെ, ഭൂതത്വത്തെ ഓർക്കണം. ഭഗവാന്റെ പഞ്ചമഹാഭൂതങ്ങളിലെ 5ാമത്തെ മഹാഭൂതമായ പൃഥിവിയെ ഓർമ്മ വരണം. അടുത്തത് അശ്വസ്യ പാർശ്വേ. പാർശ്വേ എന്ന് വെച്ചാൽ ദിവചനമാണ്. പാർശ്വങ്ങൾ 2 രണ്ട് വിഷയങ്ങളെ പറയുന്നതിനാണ് ശ്വേ എന്ന്, പാർശ്വേ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. പാർശ്വം എന്ന് വെച്ചാൽ 1, പാർശ്വേ എന്ന് പറഞ്ഞാൽ ദിവചനം ഉപയോഗിക്കുന്നു. 2 വശങ്ങൾ. അശ്വത്തിൻ്റെ ഇരുവശങ്ങളും എന്താണ്? ദിശ, ദിക്കുകൾ. ദിക്കുകൾ അറിയാലോ, കിഴക്ക് പടിഞ്ഞാറ് ദിക്കുകൾ. 2 ദിക്കുകളെ ഓർക്കുക. അടുത്തത് പറയുന്നു അശ്വസ്യ പർശവ. പർശവ എന്ന് വെച്ചാൽ വാരിയല്ലുകൾ. നമുക്ക് ഈ കുതിരയൊക്കെ ഓടുമ്പോൾ, അല്ലെ ഈ ഇവിടെയൊക്കെ എങ്ങനെയാണെന്നറിയാം, ഹിമാലയൻ ഭാഗങ്ങളിൽ ഈ പോണിയാണ്, അതായത് കുതിരയല്ല കഴുതയല്ല, ഇതിൻ്റെ രണ്ടിനെയും കൂടെ സങ്കരമായിട്ട് ഒരു ജീവിയുണ്ട്, പോണി എന്ന് പറയും. അത് ഈ മലമുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ചാർധാം യാത്രയ്ക്കൊക്കെ വന്നവർക്ക് എത്തായാലും അറിയാം. അപ്പോൾ ഈ മലമുകളിലേക്കൊക്കെ ഇവർ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഇവിടെ ഇതുപോലത്തെ ഓട്ടോറിക്ഷയോ അങ്ങനെയൊന്നുമില്ല. കാരണം ഈ മലയാണല്ലോ, ഇങ്ങനെ മേലോട്ട് കയറണം. അപ്പോൾ ഈ ജീവിയാണ് ആശ്രയിക്കുന്നത്. അതായത് ഹിമാലയൻ ഭാഗങ്ങളിലെല്ലാം, അതെ, നേപ്പാളിൽ അവിടെ എല്ലാം ഇങ്ങനെ തന്നെയാണ്. അപ്പോഴെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരെ നമുക്ക് സങ്കടം വരെ, ഗംഗാജിയിലാണ് ഇവർ മണ്ണ് ശേഖരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ മണലില്ല ഇവിടെ. ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഗംഗയിൽ നിന്ന് ഒഴുകി വരുന്ന ഈ പാറകൾ, വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് പാറകൾ ഉരസി ഒരു പാറപ്പൊടി എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ എംസാൻഡ് എന്നൊക്കെ പറയും. അങ്ങനത്തെ ഈ ഒരു പൊടിയാണ് കിട്ടും. അത് എന്ത് ചെയ്യും? ഈ മഴയില്ലാത്ത സമയത്ത്, അതായത് ഗംഗാജിയിലെ വെള്ളമൊക്കെ വറ്റി വളരെ ശോഷിച്ച് നദി ഒഴുകുന്ന സമയത്ത് ഈ പോണീനെ, ഈ ജീവിനെ ഗംഗയിലേക്ക് ഇറക്കിയിട്ട് അവിടെ നിന്ന് ആളുകൾ, ഇതിനുള്ള പണിക്കാരുണ്ട്, അവരെന്ത് ചെയ്യും? ഈ മണലെല്ലാം കൂടെ തരിച്ച് അതിനെ എടുത്തെടുത്ത് ഈ ജീവിയുടെ പുറത്ത് 2 വശം, നമുക്ക് സങ്കടം വരും കാണുമ്പോൾ, 100 കിലോ 150 കിലോയൊക്കെ ഈ ജീവിയുടെ പുറത്ത് മണൽ 2 വശത്തും ചാക്കിനകത്ത് കെട്ടി ഈ ജീവി ഇതിനെ കൊണ്ട് മേളിലേക്ക്, മലയുടെ മുകളിലേക്ക് കൊണ്ടുപോകും. അല്ലെ റോട്ടിലേക്ക്, എവിടെയാണോ പണി നടക്കുന്നത്, ഇപ്പോൾ കെട്ടിടങ്ങൾ പണിയുമ്പോൾ ഈ മണലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെ കൊണ്ടുപോകുന്നത്, അപ്പോൾ ഇതിൻ്റെ വാരിയലൊക്കെ നമുക്ക് ശരിക്കും കാണാം. കാരണം ഇതിന് ആഹാരം ഇല്ലാണ്ട് ഇതിനെ ഇട്ടുകൊണ്ട് പണിയിക്കും. അതിങ്ങനെ പുല്ല് കാണിക്കും, പക്ഷെ കൊടുക്കില്ല. ഇത് വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് അപ്പോഴാണ് പുല്ല് കൊടുക്കുക. അപ്പോൾ നമുക്ക് ശരിക്കും ഇതിൻ്റെ ഈ വാരിയലുകൾ അത്രയും ശോഷിച്ചായി. ഇതിന് ആയുസ് കുറവാണ്. കാരണം ഇതിനെ പണിയെടുപ്പിച്ച് 6 മാസം ഫുള്ള് പണിയെടുക്കും. പിന്നെ അടുത്ത വർഷത്തേന് ഇതിന് വളരെ ബുദ്ധിമുട്ടാണ്. ഇതിന് സാധാരണ ജീവികളെ പോലെയുള്ള അത്ര ആയുസ് കിട്ടില്ല. കാരണം ഇതാണ്,
അപ്പോൾ ഇതിൻ്റെ വാരിയെല്ലുകൾ നമുക്ക് ഇവിടെ കാണാം. അല്ലെങ്കിൽ പുല്ല് കൊണ്ടുപോകും, മലമുകളിൽ നിന്ന് പുല്ല് പറിച്ചിട്ട്. ഇവിടെ കൂടുതലും ഈ ചെമ്മരിയാടുകൾ, പിന്നെ പശുക്കൾ, അതൊക്കെ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് നമ്മുടെ നാട്ടിലെ പോലെ ഈ ഓക്കയും പിണ്ണാക്കും ഒന്നും കൊടുക്കില്ല ഇവിടെ പച്ചപ്പുല്ല് മാത്രമാണ് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഈ പോണീനെ ഇവർ മേളിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് എന്ത് ചെയ്യും, പുല്ല് പറിച്ചിട്ട് ഇതിൻ്റെ പുറത്ത് കയറി അവർ പോകുന്നത്. എന്നിട്ട് അവിടെ നിന്ന് പുല്ല് പറിച്ചിട്ട് 100 നമുക്ക് തൊടാൻ പറ്റില്ല അത്രയും വെയിറ്റുള്ള പുല്ലുകൾ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ കൊണ്ടുവരും. അങ്ങനെ ഇതിനെ ഇട്ട് പണിയിക്കുന്നത് നമുക്കിവിടെ കാണാം. അപ്പോൾ ഈ വാരിയെല്ലുകൾ ശരിക്കും കാണാം. ഇവിടെ പറയുകയാണ്, അതിനെയാണ് വർഷവഹ എന്ന് പറയുന്നത് അല്ലേ, അശ്വത്തിൻ്റെ വാരിയെല്ലുകൾ. അത് എന്താണ്, അവാന്തര ദിശ, അതായത് എതിർദിശകൾ. അപ്പോൾ ആദ്യം 2 ദിശ പറഞ്ഞു, കിഴക്ക് പടിഞ്ഞാറെന്നുള്ള 2 ദിശ എടുത്താൽ രണ്ടാമത്തത് തെക്ക് വടക്കെന്നുള്ള മറ്റ് 2 ദിശകൾ, അതാണ് അവാന്തര ദിശ എന്ന് പറഞ്ഞു. അപ്പോൾ കുതിരയുടെ 2 ഭാഗങ്ങൾ കാണുമ്പോൾ 2 ദിശകൾ, വാരിയെല്ലുകൾ കാണുമ്പോൾ മറ്റ് 2 ദിശകൾ. അതായത് ഇത്രയേ ഉള്ളൂ, ഭഗവാൻ ഈ സർവ്വ ദിശകളിലും, അത് കിഴക്കായിക്കോട്ടെ തെക്കായിക്കോട്ടെ ഏത് ഭാഗത്തും ആരാണ് വ്യാപിച്ചിരിക്കുന്നത്, പരമാത്മാവ്. നമ്മുടെ നാട്ടിലൊക്കെ കാണാം ഈ ദിക്കുകൾ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ കാണാം. വടക്കുള്ളവർക്ക് തെക്കര ഇഷ്ടമല്ല, തെക്കുള്ളവർക്ക് വടക്കര ഇഷ്ടമല്ല, കിഴക്കര ഇഷ്ടമല്ല. നമുക്ക് നന്നായിട്ട് അത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് അറിയുന്നത്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ തെക്കോട്ടൊന്നും വിവാഹം ചെയ്ത് കൊടുക്കില്ല, തെക്കര് ശരിയല്ല. ഇവിടെ നമ്മുടെ ആ ചിന്താഗതിയൊക്കെ മാറ്റുകയാണ് യാജ്ഞവൽക്യ മഹർഷി. സർവ്വദിക്കിലും വ്യാപിച്ചിരിക്കുന്നത് പരമാത്മാവ് തന്നെ. അതിനെ ദിശകളായിട്ട് വേർതിരിച്ചിരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ആ വേർതിരിവ് ഉണ്ടാവരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ദിക്കിലൂടെ, ദിക്കിൻ്റെ പരാമർശത്തിലൂടെ പറയുന്നത്. അടുത്ത 12ാമത്തെ എന്താണ്, അശ്വസ്യ അംഗാനി, അശ്വത്തിൻ്റെ അംഗങ്ങൾ. ഇനി പറയാത്ത അവയവങ്ങൾ. കണ്ണ് പറഞ്ഞു, പക്ഷെ കാത് പറഞ്ഞില്ലല്ലോ, നാവ് പറഞ്ഞില്ലല്ലോ, മൂക്ക് പറഞ്ഞില്ലല്ലോ അല്ലേ. അങ്ങനെ പറയാത്ത അവയവങ്ങളൊക്കെ ഉണ്ടല്ലോ അശ്വത്തിന്. അവ കാണുമ്പോൾ ഓരോന്നായിട്ട് യാജ്ഞവൽക്യ മഹർഷി പറയുന്നില്ല നമ്മളോട്. അതുകൊണ്ട് അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് അംഗാനി എന്ന് പറയും. അംഗാനി എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ്, അംഗങ്ങൾ 2-ലധികം. അതിനെയാണ് അംഗാനി എന്നതുകൊണ്ട് ഉപയോഗിക്കുന്നത്. അംഗാനി എന്ന് വെച്ചാൽ അവയവങ്ങൾ. അതെന്താണ്, ഹൃദവഹ. നിങ്ങൾ ഈ കുതിരയുടെ അംഗങ്ങൾ കാണുമ്പോൾ, കാതെന്നുള്ള അംഗം, മൂക്കെന്നുള്ള അംഗം, അങ്ങനെ മറ്റുള്ള ഇന്ദ്രിയങ്ങൾ കാണുമ്പോൾ, അത് ജ്ഞാനേന്ദ്രിയ ആയിക്കോട്ടെ കർമ്മേന്ദ്രിയ ആയിക്കോട്ടെ, അത് കാണുമ്പോൾ അല്ലെ ആ അവയവങ്ങൾ കാണുമ്പോൾ എന്താണ് ഓർമ്മ വരേണ്ടത്, ഹൃദവഹ, ഹൃദുക്കൾ. ഹൃദുക്കൾ അറിയാമല്ലോ, വർഷം, ഹേമന്തം, ശിശിരം, ആ ഹൃദുക്കൾ അവ ഓർമ്മ വരണം അല്ലെ. വർഷം മാറി ഹേമന്തം വരും, ഹേമന്തം മാറി ശിശിരം വരുന്നു. പ്രകൃതി ഇതൊക്കെ നമ്മളൊന്നും ചെയ്യുന്നില്ല, പ്രകൃതി അതിൻ്റെ താളത്തിൽ ഇങ്ങനെ ഓരോ ഋതുക്കളും മാറ്റി മാറ്റി ഇവയൊക്കെ വേണം എങ്കിലേ ആ ഒരേ താളത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. ആവശ്യത്തിന് മഴ വേണം, ആവശ്യത്തിന് വെയിൽ വേണം, മഞ്ഞ് വേണം. ഇതൊക്കെ പ്രകൃതിയുടെ ഒരു താളത്തിൽ പോവുകയാണ്. ഇങ്ങനെ ഉണ്ടെങ്കിലേ ഔഷധികൾ ഉണ്ടാവുകയുള്ളൂ, ജലം ഉണ്ടാവുകയുള്ളൂ അല്ലേ, നമുക്ക് ആഹാരം ലഭിക്കുകയുള്ളൂ, പുല്ലുകൾ വളരുകയുള്ളൂ. ഇതൊക്കെ ഈ ഋതുക്കളുണ്ടെങ്കിലേ ഉള്ളൂ. ഋതുക്കൾ മാറി മാറി വന്നാലേ ഉള്ളൂ അല്ലേ. നമുക്കറിയാം കുംഭമാസം ആകുമ്പോഴേ ചേന നട്ടാൽ ഉണ്ടാവുകയുള്ളൂ അല്ലേ. അതിന് വിതയ്ക്കാനൊരു കാലം വേണം അല്ലേ, വയ്ക്കാനൊരു കാലം വേണം, വിളമ്പാനൊരു കാലം വേണം. ഇതൊക്കെ കേട്ടിട്ടുണ്ടാകും ചെറുപ്പത്തിൽ. ഇതൊക്കെ എങ്ങനെയാണ്, ഈ ഹൃദവകൾ, അതായത് ഋതുക്കൾ. നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. മഴ കിട്ടാണ്ട് വന്നാലേ ഒരു വേനൽക്കാലം തുടങ്ങി, ഇനി കഷ്ടമാണ്, അങ്ങനെ പറയുള്ളൂ.
നമുക്കെല്ലാം കൂടുതലായാലോ പ്രശ്നം. വേനൽ കൂടിയ പ്രശ്നം, മഞ്ഞ് കൂടിയാൽ അതിലും പ്രശ്നം, മഴ കൂടിയാലും പ്രശ്നം. ഇതില്ലാണ്ടായാലോ? അപ്പോൾ ഇവിടെ പറയുകയാണ്, നമ്മൾ ഈ നമ്മുടെ അംഗങ്ങൾ തന്നെ അല്ലെങ്കിൽ അശ്വത്തിൻ്റെ അംഗങ്ങൾ കാണുമ്പോൾ ഈ ഋതുക്കൾ മാറി മാറി പ്രകൃതി നടത്തുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല. പരമാത്മാവ് ഈ വർഷരൂപത്തിലും ഹേമന്ത രൂപത്തിലും ശിശിര രൂപത്തിലുമൊക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് പ്രകൃതിയിൽ ഓരോ ഋതുക്കൾ മാറി വരുന്നത്. അതിന് കൃതജ്ഞത. അല്ല, നമുക്ക് ആഹാരം കിട്ടാണ്ടാവും, ജലം കിട്ടാണ്ടാവും അല്ലേ? അപ്പോൾ ഇതെല്ലാം സുഗമമായി കിട്ടുന്നു, ഫ്രീ ആയി കിട്ടുന്നു. എന്തുകൊണ്ട്? പ്രകൃതി അവയുടെ ജോലി യഥാവിധം നടത്തുന്നത് കൊണ്ട്. അങ്ങനെ മനസ്സിനെ വിശാലമാക്കൂ. അടുത്ത ഏതാണ്? 13-ാമത്തത് പറയുന്നു, അശ്വസ്യ പർവാണി. പർവാണി എന്ന് വെച്ചാൽ സന്ധികൾ, അശ്വത്തിൻ്റെ സന്ധികൾ. അല്ല, നമ്മുടെ തന്നെ സന്ധികൾ അല്ലേ? അതെന്താണ്? മാസാച്ച അർദ്ധമാസാച്ച, മാസങ്ങളും അർദ്ധമാസം. അർദ്ധമാസം എന്ന് വെച്ചാൽ ശുക്ലവർഷത്തിനെയും കൃഷ്ണവർഷത്തിനെയും പറയുന്ന പേരാണ് അർദ്ധമാസം. അർദ്ധമാസം എന്ന് വെച്ചാൽ 15 ദിവസം. 15 ദിവസം കഴിഞ്ഞ് അല്ലേ? അപ്പോൾ അമാവാസി തൊട്ട് 15 ദിവസം കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പൗർണമിയായി. പൗർണമി കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞാൽ പിന്നെ അമാവാസിയായി. ഇങ്ങനെ ഓരോ 15 നാളിലും അമാവാസിയും പൗർണമി മാറി മാറി വരികയാണ് അല്ലേ? നിങ്ങൾ അറിയാമല്ലോ അതൊക്കെ അല്ലേ? ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി അല്ലേ? ഓരോ ദിവസങ്ങളും മാറി മാറി. അഷ്ടമി അല്ലേ? നവമി, ദശമി, പിന്നെ ഏകാദശി. ഏകാദശിയൊക്കെ അനുഷ്ഠിക്കുന്നതാണ് എല്ലാവരും. ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത്. അങ്ങനെ ഓരോ നമ്മളിത് കലണ്ടറിൽ നോക്കിയിട്ടാണ് ഓരോ ദിവസവും ഇങ്ങനെ മാറി മാറി വരും. ദ്വാദശി അല്ലേ? ദ്വാദശി പണമൊക്കെ കൊടുക്കാറില്ലേ നിങ്ങൾ അല്ലേ? ത്രയോദശി, ചതുർത്ഥി, ഗണേശന് പ്രീതിപ്പെട്ട ദിവസം ചതുർത്ഥി നമ്മളത് ആഘോഷിക്കാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അമാവാസി വരും, അല്ലെങ്കിൽ വീണ്ടും പൗർണമി വരും. ഇങ്ങനെ ഓരോ പക്ഷങ്ങൾ മാറി മാറി അതാതിൻ്റെ സ്ഥാനത്തിൽ ആരാണ് നടത്തുന്നത്? സാക്ഷാൽ പരമാത്മ. അപ്പോൾ സന്ധികളെക്കുറിച്ച് ഓർക്കും. നമുക്ക് അശ്വത്തിൻ്റെ സന്ധി ഇല്ലെങ്കിൽ നമുക്കെങ്കിലും സന്ധി വേദന വരുമ്പോൾ ഇവ ഓർക്കും. മാസങ്ങളും അതിലെ ഓരോ ദിവസങ്ങളും കൃത്യമായി പ്രകൃതിയിൽ നടക്കുന്നുണ്ട് ഓരോന്നിനും. അതാരുടെ കഴിവാണ്? പരമാത്മാവ് തന്നെയാണ്, അല്ലെ ഭഗവാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഓർമ്മ. അതാണ് പർവാണി. പർവാണിയും ബഹുവചനമാണ് അല്ലേ? 2-ലധികം സന്ധികൾ, അനേകമുണ്ട് സന്ധികൾ. അതാണ്. അടുത്ത എന്താണ്? 14-ാമത്തത് അശ്വസ്യ പ്രതിഷ്ഠാഹ. പ്രതിഷ്ഠാഹ ദ്വിവചനമാണ്. പാദങ്ങൾ, 2 കാലുകൾ. അശ്വത്തിന് ശരിക്കും 2 അല്ല 4 എണ്ണമാണ്. ഇവിടെ ദ്വിവചനം ഉപയോഗിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കും. നമുക്ക് 4 കാലിനെ ചിന്തിക്കാൻ സാധിക്കില്ല എന്ന് യാജ്ഞവൽക്യ മഹർഷിക്ക് അറിയാം. അതുകൊണ്ട് പറയുന്നു, അറ്റ്ലീസ്റ്റ് 2 പാദങ്ങളെങ്കിലും കാണുമ്പോൾ എന്തിനാണ് ഓർമ്മ വരുന്നത്? അഹോരാത്രം. ഒരു കാല് കാണുമ്പം പകൽ ഓർക്കണം, മറ്റേ കാല് കാണുമ്പോൾ രാത്രി ഓർക്കണം. അതായത് ഈ ദിനരാത്രങ്ങൾ മാറി മാറി വരുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് അല്ലേ? സമയം ഇങ്ങനെ ഓരോ സെക്കൻഡും അല്ലെ, ഓരോ മിനിറ്റുകളായി, ഓരോ മണിക്കൂറുകളായി കടന്ന് രാത്രിയും പകലും ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. നാം വെറുതെ ഇങ്ങനെ കൈയും കെട്ടിയിരിക്കുകയാണ്. ഇതാരാണ് ഇതിനെയൊക്കെ നടത്തുന്ന നിയാമകൻ? രാത്രിയെ പകലിനെ മാറ്റി മാറ്റി കൊണ്ടിരിക്കുന്നത് സാക്ഷാൽ പരമാത്മാവാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ കുതിരയുടെ 2 കാലുകളെങ്കിലും കാണുമ്പോൾ ഈ ദിനത്തിനെയും രാത്രിയെ ഓർക്കൂ. അല്ല, നമ്മുടെ തന്നെ 2 കാലുകൾ കാണുള്ളൂ അല്ലേ? അപ്പോൾ രാത്രിയായി, നാളെ രാവിലെ പകലാകും, അല്ലെങ്കിൽ പകലായി വൈകുന്നേരം ആകുമ്പോൾ രാത്രിയാകും. ഈ ചിന്ത നമ്മളിലുണ്ട് അല്ലേ? ആ ഒരു താളത്തിലാണ് നമ്മളും നമ്മുടെ ദിനചര്യകൾ ചെയ്യുന്നത്.
ഇതൊക്കെ ആരാ നടത്തുന്നത്? സാക്ഷാൽ ഭഗവാനാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് യാജ്ഞവൽക്യ മഹർഷി ചെയ്യുന്നത് പ്രതിഷ്ഠാഹ എന്നതുകൊണ്ട്. ഇത് ആദ്യം അശ്വത്തിൻ്റെയാണ് ഉദാഹരണമായിട്ട് എടുക്കുന്നതെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആദ്യത്തെ 2 കാലുകൾ, ഫ്രണ്ടിലുള്ള 2 പിന്നെ പുറകിലുള്ള 2 അങ്ങനെ എടുക്കാം. അങ്ങനെയാകുമ്പോൾ പ്രതിഷ്ഠാഹ എന്നുള്ള ദിവചനം തെറ്റായിട്ട് വരില്ല ഇവിടെ. ആദ്യത്തെ 2 കാലുകൾ. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എടുക്കാമെന്ന് ഭാഷ്യത്തിൽ പറയുന്നു, ഫ്രണ്ടിലെ 2 കാലുകൾ ദിനമായിട്ടും പുറകിലുള്ള 2 കാലുകൾ രാത്രിയായിട്ടും എടുക്കാം. അങ്ങനെയും ചിന്തിക്കാം. അതായത് ഒന്നും വിട്ടുകളയരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അവയെ പറ്റുന്നില്ല, നമ്മുടെ തന്നെ ഒരു കാല് അല്ലെ അടുത്ത കാലെടുക്കുന്ന ദിനവും രാത്രിയും ഭഗവാൻ അതിൻ്റെ താളത്തിൽ പകലിനെയും രാത്രിയെയും സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് നടന്നുകൊണ്ടേയിരിക്കുന്നു ദിനരാത്രങ്ങൾ. നമ്മൾ രാത്രിയാകാൻ കാത്തിരിക്കുകയാണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തി ഉറക്കം, അതിലേക്ക് പോകാം അല്ലേ. രാവിലെ ആകാനും കാത്തിരിക്കും, കാരണം പുതിയ പ്രഭാതം, പുതിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. നമ്മളെല്ലാവരും ഉറങ്ങാൻ കിടക്കുമ്പോൾ അങ്ങനെയാണ് അല്ലേ. ഇത്ര സമയത്ത് എനിക്ക് എഴുന്നേൽക്കണം അല്ല, ഇന്നത് പഠിക്കാനുണ്ട്, അല്ലെ ഇന്നത് ചെയ്യാനുണ്ട്, ഇവിടെ പോകാനുണ്ട്. ഈ ഒരു ഓർമ്മയിലൂടെയാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നത്. നാളെ ചെയ്യാനുള്ള പ്രവർത്തികൾ അല്ല. എനിക്ക് അയ്യോ മാവ് അരച്ചില്ല, രാവിലെ അയ്യോ എങ്ങനെ ദോശ ഉണ്ടാക്കും അല്ലേ, അല്ലെങ്കിൽ മാവ് അരച്ച് വെക്കണം എങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോലും ചിന്തിച്ചിട്ടാണ് കിടക്കുക അല്ലേ. അത്രയും നമ്മൾ കാൽക്കുലേറ്റഡാണ്. എങ്ങനെ സാധിക്കുന്നു? രാവിലെ സൂര്യൻ ഉദിക്കും, പകൽ വരും എന്നുള്ള പ്രതീക്ഷ ഉള്ളത് കൊണ്ടല്ലേ. ഇത് നടക്കാതിരുന്നാലോ? അതാണ് അതുപോലും ഈശ്വരൻ്റെ കയ്യിലാണ്. ആ ഓർമ്മിപ്പിക്കുകയാണ് ദിനരാത്രങ്ങൾ. അഹോരാത്രാണി. അഹോ എന്ന് വെച്ചാൽ അഹഹ എന്ന് വെച്ചാൽ പകലിൻ്റെ പര്യായമാണ്. രാത്രാണി രാത്രികൾ. അടുത്തത് 15ാമത്തെ എന്താണ്? അശ്വസ്യ അസ്ഥീനി. അസ്ഥീനി അവിടെയും ബഹുവചനമാണ്. അസ്ഥികൾ. അസ്ഥികൾ എന്ന് വെച്ചാൽ എല്ലുകൾ, അശ്വത്തിൻ്റെ എല്ലുകൾ. ഈ മാംസാദികൾ കഴിക്കുന്നവർക്ക് ഇതൊക്കെ ഓർക്കാൻ എളുപ്പമാണ്. കാരണം ഈ മാംസത്തിൽ നമുക്ക് കാണാം എല്ലും അസ്ഥി. ചിലവർ കരൾ കഴിക്കുന്നവരുണ്ട്, ചിലവർ അസ്ഥി മാത്രം കഴിക്കുന്നവരുണ്ട്, ചിലവർ മജ്ജ കഴിക്കുന്നവരുണ്ട് ഈ മൃഗങ്ങളുടെ അല്ലേ. ചിലവർ തലച്ചോറ് മാത്രം കഴിക്കുന്നവരുണ്ട്. ഇതൊക്കെ അപ്പോൾ അത് കഴിക്കുമ്പോഴെങ്കിലും ഓർക്കുക ഈ എല്ലുകളിലൂടെ അല്ലേ. എന്തിനാണ് ഓർക്കേണ്ടത്? നക്ഷത്രാണി. നക്ഷത്രാണി എന്ന് പറഞ്ഞാലും ബഹുവചനമാണ്. നക്ഷത്രങ്ങൾ. അതായത് എത്ര ശരീരത്തിൽ എല്ലുകളുണ്ടോ അല്ലേ അത്രയും നക്ഷത്രങ്ങളെ ഓർക്കുക. നക്ഷത്രങ്ങൾ നമുക്ക് ആകാശത്ത് കാണാം. ഓരോ നക്ഷത്രങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം പേരുകളുണ്ട്. വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് നക്ഷത്രങ്ങൾ അല്ലേ. അതിന് ഓരോ എന്താ പറയുക ഡ്യൂട്ടികളുണ്ട്. നമ്മൾക്ക് ജ്യോതിഷമൊക്കെ പഠിക്കുന്നവർക്ക് കൂടുതലും അല്ല അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് നക്ഷത്രത്തിൻ്റെയൊക്കെ പ്രാധാന്യം അറിയാം. അതിന് ഓരോ ധർമ്മങ്ങളുണ്ട്. അപ്പോൾ അതിനെ ഓർക്കും. ഒന്നിനെയും ഭഗവാൻ വെറുതെ അല്ല സൃഷ്ടിക്കും. നമ്മൾ വിചാരിക്കും വെറുതെ ഇവർ ആകാശത്തിൽ ചില ദിവസം വരും, ചില ദിവസം വരില്ല, ഇവർക്ക് എന്ത് ജോലി, വെറുതെ അവിടെ നിന്ന് പ്രകാശിച്ചാൽ പോരെയെന്ന്. അങ്ങനെയല്ല. ഭഗവാൻ ഒരു നക്ഷത്രത്തിനെ പോലും സൃഷ്ടിച്ചിരിക്കുന്നെങ്കിൽ അതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ഈ ജഗത്തിൽ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നും വെറുതെ അല്ല. ഒരു പുൽക്കൊടി പോലും ഭഗവത് സൃഷ്ടിയിൽ വെറുതെ അല്ല എന്നാണ് ഇവിടെ യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്. 16ാമത്തെ എന്താണ്? അശ്വസ്യ മാംസാനി. മാംസങ്ങൾ. ഇത് കുറേ പേർക്ക് കുറച്ചുകൂടെ സുപരിചിതമായിരിക്കും. മാംസങ്ങൾ. നമ്മൾ മാംസം ഭക്ഷിക്കുകയാണെങ്കിൽ അല്ലെ ആഹരിക്കുകയാണെങ്കിൽ അല്ലെ അത് കാണുകയാണെങ്കിൽ വിട്ടേര്, ഭക്ഷിക്കുന്ന കാര്യം വിട്ടേര് അല്ലെ, അത് കാണുകയാണെങ്കിൽ എന്താണ്? നഭഹ. നഭഹ എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ഈ നീലാകാശത്തിനെ വിളിക്കുന്ന പേരാണ് നഭം. നഭസ്സെന്നാ പറയുക. ഈ നമ്മൾ കാണില്ലേ മേളിൽ ആ കാണുന്ന നീലാകാശത്തിനെ ഓർക്കുക. ഇത് എത്ര വിസ്താരമാണിത്
ഇതിന് അന്തമില്ല. ആർക്കും അറിയില്ല ഇതിൻ്റെ അളവ് എത്രയാണെന്ന്. എവിടെ നിന്ന് തുടങ്ങുന്നുവെന്നോ എവിടെ നിന്ന് അവസാനിക്കുന്നുവെന്നോ ആർക്കും അറിയില്ല. അത്രയും വ്യാപിച്ചിരിക്കുകയാണ് ഈ നീലാകാശം. അപ്പോൾ ഈ മാംസം കാണുമ്പോൾ, അശ്വത്തിൻ്റെ മാംസം അല്ല, നമ്മുടെ തന്നെ മാംസങ്ങൾ അല്ലേ, എല്ലാ ഭാഗത്തും അതിൻ്റേതായ അളവിൽ ഈശ്വരൻ ആ ഘടനയിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. അത് കാണുമ്പോൾ അല്ലെ, അത് ഓർക്കുമ്പോൾ എന്താണ്, ഭഗവാൻ ഈ നീലാകാശം പോലെ സർവവ്യാപിയായിരിക്കുന്നു. എങ്ങനെയാണോ ആകാശത്തിന് ആദിയുമില്ല അന്തവുമില്ലാത്തത്, അതുപോലെ തന്നെ ഭഗവാനും പരമാത്മാവിനും ആദിയുമില്ല അന്തവുമില്ല എന്ന് ഉപാസിക്ക വേണം. അതാണ് മാംസാനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത എന്താണ്, അശ്വസ്യ ഉപദ്ധ്യം. ഉപദ്ധ്യം എന്ന് വെച്ചാൽ വിസർജനം. എന്തൊക്കെയാണോ അല്ലേ രാവിലെ മുതൽ കഴിച്ചത് അതൊക്കെ അയവർക്കിയതിന് ശേഷം പുറന്തള്ളാനുണ്ടാവുമല്ലോ അല്ലേ. എല്ലാ ജീവികൾക്കും ഉണ്ട് വിസർജനം അല്ലേ, പുറന്തള്ളാനുള്ള. അത് നമ്മുടെ കഴിവാണോ? പുറന്തള്ളാൻ സാധിക്കുന്നത് ശരീരത്തിൽ വേണ്ടതിനെയൊക്കെ ജ്യൂസ് പോലെ അരിച്ചെടുത്ത് വേണ്ട സ്ഥലത്തേക്കൊക്കെ കൊടുത്തിട്ട് വേണ്ടാത്തതിനെ പുറന്തള്ളുകയാണ് അല്ലേ. ഒരു ദിവസം പുറന്തള്ളാതിരുന്ന് നോക്കട്ടെ, അപ്പം അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ഇതിനൊന്നും പ്രാധാന്യം കൊടുക്കില്ല ജീവിതത്തിൽ. അതൊക്കെ അങ്ങ് റൊട്ടീനായിട്ട് നടന്നോളുമല്ലോ. പക്ഷെ അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അതുപോലും നമ്മൾ വിസർജനം ചെയ്യുമ്പോൾ പോലും ഈശ്വരനെ ചിന്തിക്കണം. എന്താണ്, അല്ലെങ്കിൽ ഈ അശ്വത്തിൻ്റെ വിസർജനം കാണുമ്പോൾ അല്ലേ, പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അറിയാം, പശുവിൻ്റെ വിസർജനം എന്ന് പറയുന്നത് പരിശുദ്ധമായിട്ട് എടുക്കുന്ന ഒരു സംസ്കാരമായിരുന്നു. അപ്പോൾ ഏത് ജീവിയുടെ ആയിക്കോട്ടെ വിസർജനം കാണുമ്പോൾ എന്താണ് അങ്ങനെ സികതാഹ. സികതാഹ എന്ന് വെച്ചാൽ മണൽത്തരികൾ എന്നർത്ഥം അല്ലേ. അതിന് എന്തുകൊണ്ട് ഇവിടെ മണൽത്തരികളോട് ഉപമിക്കുന്നു എന്ന് വെച്ചാൽ അതിനെ ലോകത്താർക്കും എണ്ണി തീർക്കാൻ സാധിക്കും. ഭഗവാനും അങ്ങനെയാണെന്ന്, ഭഗവാന്റെ വൈഭവവും ഭഗവത് സൃഷ്ടിയും അങ്ങനെയാണെന്ന്. അതിന് നമ്മളുടെ ഈ സ്ഥൂല ബുദ്ധി കൊണ്ട് നമ്മൾക്ക് എണ്ണി തീർക്കാൻ സാധിക്കാത്തതാണ് ഭഗവാൻ. അല്ല, നമ്മൾക്ക് അളക്കാൻ സാധിക്കും. അതാണ് കുറച്ചുകൂടെ എളുപ്പമായ വാക്ക്. മണൽത്തരികൾ എന്ന് വെച്ചാൽ അളവറ്റത്. നമ്മൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ മണൽത്തരികൾ എണ്ണി തീർക്കാൻ? ഒന്നും വേണ്ട. 1 കിലോ പഞ്ചസാര എടുത്തിട്ട് അതെങ്കിലും എണ്ണി തീർക്കാൻ നമ്മൾക്ക് എത്ര സമയം വേണം? അല്ലെ, സാധിക്കില്ല. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇട്ടിട്ട് പോകും. അത്ര ബുദ്ധിമുട്ടാണ്. നമ്മളോട് പറയാണ് മണൽത്തരികൾ അളക്കാൻ സാധിക്കുമെന്ന്. ആരെക്കൊണ്ട് സാധിക്കില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഭഗവാന്റെ സൃഷ്ടി എണ്ണി തീർക്കാൻ സാധിക്കുന്നതല്ല, അല്ലെങ്കിൽ അളവറ്റതാണ്. മണൽത്തരികൾ എന്ന് വെച്ചാൽ അളവറ്റത് എന്നുള്ള അർത്ഥമാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ ആരെങ്കിലും ഓർക്കുക, വിസർജനം കാണുമ്പോൾ സാധാരണ അവിടെ നിന്ന് ഓടിപ്പോവുക ചെയ്യുക. അല്ല, അറപ്പായിട്ട് കാണുന്ന ലോകമാണ് അല്ലേ. നമ്മളോട് പറയുകയാണ് വിസർജനം കാണുമ്പോൾ അല്ലെ, വിസർജനം എന്ന പ്രക്രിയ നടത്തുമ്പോൾ നമ്മളോട് പറയുകയാണ് ചിന്തിക്കണം. എന്തിന്? മണൽത്തരികളെ ചിന്തിക്കണം. ആ ചിന്തിക്കുമ്പോൾ എന്തായിരിക്കണം? മണൽത്തരികളെ കാണുമ്പോൾ അല്ലെ മണൽത്തരികളെ ചിന്തിക്കുമ്പോൾ എന്താണ് ഓർമ്മ വരേണ്ടത്? ഭഗവാനും ഇതുപോലെ അളവറ്റതാണ് അല്ലെ, ഭഗവത് വൈഭവവും ഇതുപോലെ അളവറ്റതാണ് അല്ലെ. എത്ര മനോഹരമായിട്ടാണ് യാജ്ഞവൽക്യ മഹർഷി പറയുന്നത് നോക്കൂ. അടുത്തത് 18ാമത്തത് അശ്വസ്യ ഗുദാഹ. നാഡികൾ, അശ്വത്തിൻ്റെ നാഡികൾ അല്ലേ. എത്രയാണ് നാഡികൾ? അതെന്താണ്? സിന്ധവഹ. നദികളോട് ഉപമിക്കുകയാണ്. നദികൾ എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ നദികളോട് ഉപമിക്കുക എന്ന് വെച്ചാൽ നമ്മളെയാണ്. നമ്മൾ എവിടെ നിന്നോ നമ്മളെല്ലാവരും ഉത്ഭവിക്കുന്നുണ്ട്. ഓരോ വീട്ടിൽ നിന്ന് അല്ലേ, ഓരോ ദേശത്തായിരിക്കും, ഓരോ കാലത്തിലായിരിക്കും, ഓരോ കുലത്തിൽ, ഓരോ ഗോത്രത്തിൽ, പല ഇതായിട്ടാണ് നമ്മളൊക്കെ ജനിച്ചത്, ഉത്ഭവിച്ചത്
എന്നിട്ട് പറയുകയാണ് അവസാനം എവിടെയാണ് ഈ നദി എത്തിപ്പെടുന്നത്? സമുദ്രത്തിൽ, പരമാത്മാവിൽ. അത് ഓർമ്മിപ്പിക്കുകയാണ് നദികൾ എന്നുള്ള ഉപമ കൊണ്ട്. അത് നമ്മളെ തന്നെ, അതായത് അശ്വത്തിൻ്റെ നാടി അല്ല നമ്മുടെ നാളുകൾ കാണുമ്പോൾ നദികളെ വേണം ഓർമ്മ വരാൻ. നദികളെ എന്തുകൊണ്ടിവിടെ ഓർമ്മിക്കണം എന്ന് യാജ്ഞവൽക്യ മഹർഷി പറയുന്നു. അശ്വമായിക്കോട്ടെ, ആനയായിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, സർവ്വജീവികളും പലയിടത്തു നിന്നായിരിക്കും ഉത്ഭവിച്ചത്. പക്ഷെ എങ്ങനെയാണോ നദികൾ ഹിമാലയത്തിൽ നിന്നും അല്ലെ മറ്റു പലയിടത്തു നിന്നും ഉത്ഭവിച്ചിട്ട് അവസാന സമുദ്രത്തിലെത്തുന്നത്, അതുപോലെ തന്നെ സർവ്വജീവികളും എവിടെ നിന്ന് ഉത്ഭവിച്ചാലും അവസാനം എത്തുന്നത് പരമാത്മാവാകുന്ന മഹാസമുദ്രത്തിലായിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നദികൾ എന്നുള്ള ദൃഷ്ടാന്തങ്ങൾ. അടുത്ത എന്താണ്? 19ാമത്തെ അശ്വസ്യ യകൃച്ഛ ക്ലോമാനച്ച. യകൃത്ത് എന്ന് വെച്ചാൽ കരള്. അശ്വത്തിൻ്റെ കരള് കാണുമ്പോൾ ക്ലോമാനച്ച എന്ന് വെച്ചാൽ ശ്വാസനാളം അല്ലേ, നമ്മുടെ തന്നെ. ഇതൊക്കെ നമ്മൾക്കുള്ള അവയവങ്ങളാണ്. ഇവയെ കാണുമ്പോൾ അല്ലെ ഇവയെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ്? പർവ്വതാഹ, പർവ്വതങ്ങൾ. നമുക്ക് എന്തുകൊണ്ടാണ് പർവ്വതം എന്ന് പറയുന്നത് എന്ന് നാളെ പഠിക്കാം. അങ്ങനെ 26 ലക്ഷണങ്ങൾ ഇനിയുണ്ട് കുറച്ചും കൂടെ. അതിനുശേഷം അടുത്ത മന്ത്രത്തിലേക്ക് പോകാം. ഇത്രയൊക്കെ 26 സാധിച്ചില്ലെങ്കിലും ഏതെങ്കിലും 1-2 എണ്ണമെങ്കിലും ഓർക്കുക അല്ലേ. ഏറ്റവും എളുപ്പം ഓർക്കാൻ സാധിക്കുന്നത് കണ്ണാണ്. കാരണം എപ്പോഴും നമുക്ക് ആവശ്യമുള്ളത് അതാണ് അല്ലേ. അപ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത്, എനിക്ക് അശ്വത്തിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രകൃതിയെ ആയിക്കോട്ടെ, എന്തിനെ കാണാൻ സാധിക്കുന്നതും അന്തരീക്ഷം മുഴുവൻ പ്രകാശപൂരിതമായി ഭഗവാനുള്ളത് കൊണ്ടാണ്. ആ ധ്യാനമെങ്കിലും നമ്മൾക്ക് ഈ ദൃഷ്ടാന്തത്തിലൂടെ ചെയ്യാം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോ വപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.